പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഒരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെഷർമെന്റ് ഓഫ് ട്രെൻഡ് ഇൻ ടൈം സീരീസ്. ടൈം സീരീസിലെ ട്രെൻഡ് എങ്ങനെ മെഷർ ചെയ്യും? ട്രെൻഡ് ഇൻ എ ടൈം സീരീസ് റെപ്രസെന്റ് ലോങ് ടേം മൂവ്മെന്റ് ഓർ ഡയറക്ഷൻ. ലോങ് ടേമിലെ ഒരു സീരീസ് ഓഫ് ഡാറ്റയിലെ ലോങ് ടേം മൂവ്മെന്റ് കാണിക്കുന്നതിന്, ലോങ് ടേമിലെ ഡയറക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഇൻ ദ ഡാറ്റ ഓവർ ടൈം. ഓക്കെ, ഷോയിങ് വെദർ ദ വേരിയബിൾ ഈസ് ജനറലി ഇൻക്രീസിങ്, ഡിക്രീസിങ്, റിമൈനിങ് സ്റ്റേബിൾ. വേരിയബിൾ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ റിമൈനിങ് സ്റ്റേബിൾ ആണോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെൻഡ് മെഷർ ചെയ്തത്. ഇതിന് പ്രധാനമായിട്ട് 4 മെത്തേഡ് ആണുള്ളത്. ഒന്ന് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്, മെത്തേഡ് ഓഫ് സെമി ആവറേജ്, മൂവിങ് ആവറേജ് മെത്തേഡ്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർസ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫ്രീ ഹാൻഡ് ഓർ ഗ്രാഫിക് മെത്തേഡ് പറയുന്നത്. ദ ഫ്രീ ഓർ ഗ്രാഫിക് മെത്തേഡ് ഇസ് എ സിമ്പിൾ ടെക്നിക് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ ട്രെൻഡ് ഇൻ എ ടൈം സീരീസ് ബൈ വിഷ്വലി എക്സാമിനിങ് ദ ഡാറ്റ. ഡാറ്റയിലെ എക്സാമിൻ ചെയ്തുകൊണ്ട് അതിലെ വിഷ്വലായിട്ട് അത് റെപ്രസെന്റ് ചെയ്യാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ് ഫ്രീ ഹാൻഡ് ഓർ ഗ്രാഫിക് മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് യു പ്ലോട്ട് ദ ഡാറ്റ പോയിന്റ് ഇൻ എ ഗ്രാഫ് വിത്ത് ടൈം ഓൺ ദ ഒറിസോണ്ടൽ ആക്സിസ് ആൻഡ് വാല്യൂ ഓഫ് ദ വേരിയബിൾ ഓൺ ദ വെർട്ടിക്കൽ ആക്സിസ്. നമുക്ക് കിട്ടുന്നതിൽ എക്സ് ആക്സിസിൽ ടൈമും ഇവിടെ വേരിയബിളിന്റെ വാല്യൂ ആണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ദെൻ വിത്തൗട്ട് യൂസിങ് എനി ഫോർമുല ഓർ കാൽക്കുലേഷനിൽ ഫോർമുലയോ കാൽക്കുലേഷൻ ഒന്നും യൂസ് ചെയ്യാതെ you draw a smooth curve or line by hand that best fit the overall direction of data point. നമ്മൾ ഇതിൽ ടൈമിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും, ഫ്രീ ഹാൻഡ് ആയിട്ട് ഇങ്ങനെ ലൈന് വരക്കുക. ഇതിനെ നമ്മൾ എന്ത് പറയാ, ഫ്രീ ഹാൻഡ് മെത്തേഡ് എന്ന് നമ്മൾ പറയാം, ഗ്രാഫിക് മെത്തേഡ് എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ തന്നെയാണ് ട്രെൻഡ്. ഇതിന് എന്നിട്ട് നമ്മൾ അതിലൂടെ അത് പോകുന്ന ഒരു മൂവ്മെന്റിന് ലൈന് വരച്ചാൽ ട്രെൻഡ് ലൈനായി. ഇതിനെ നമ്മൾ എന്ത് പറയാ, ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്, ഗ്രാഫിക് മെത്തേഡ് എന്നൊക്കെ പറയാം. ഇതിന്റെ ഫീച്ചേഴ്സ് നോ കോംപ്ലക്സ് കാൽക്കുലേഷൻ, കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആവശ്യമില്ല. പെട്ടെന്ന് വിഷ്വൽ ആയിട്ട് നമുക്ക് ആ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കണ്ടാൽ മനസ്സിലാവും ഇൻക്രീസിങ് ആ ട്രെൻഡ്. യൂസ്ഫുൾ ഫോർ ഇനീഷ്യൽ അനാലിസിസ് ഓർ വെൻ ഡാറ്റ ഈസ് ലിമിറ്റഡ്. ഡാറ്റ ലിമിറ്റഡ് ആകുമ്പോൾ, ലിമിറ്റഡ് ആയിട്ട് ഡാറ്റ ഉള്ള സമയത്ത് ഇനീഷ്യൽ ആയിട്ടുള്ള അനാലിസിസിന് ഇത് യൂസ്ഫുൾ ആണ്. ദ കർവ് സ്മൂത്ത് ഔട്ട് ഷോർട്ട് ടൈം അപ്പ് ആൻഡ് ഡൗൺ ടു ഷോ ദ ലോങ് ടൈം മൂവ്മെന്റ്. ലോങ് ടൈം ഉള്ള ഷോർട്ട് ടൈം അപ്പ് ഡൗൺ മൂവ്മെന്റുകളൊക്കെ ഇത് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇതിന് മനസ്സിലാവും. ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആൻഡ് ഡിപ്പെൻഡ് ഓൺ ദ സ്കിൽ ഓഫ് ജഡ്ജ്മെന്റ് ഓഫ് ദ പേഴ്സൺ ഡ്രോയിങ്. ഒരാളുടെ വരക്കാനുള്ള സ്കില്ലിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് വേണമെങ്കിൽ ഇങ്ങനെ പോയിട്ട് നേരെ ആക്കാൻ ചില ആളുകൾ ഒരു ലൈൻ വരക്കുമ്പോഴാണല്ലോ. ഓക്കെ, നോട്ട് പ്രീഷ്യസ് ഫോർ ഫോർമൽ ഫോർകാസ്റ്റിംഗ് ഓർ ഡീറ്റെയിൽഡ് അനാലിസിസ്. ഡീറ്റെയിൽഡ് അനാലിസിസിന് ഇതൊരു പ്രീഷ്യസ് അല്ല. ഫോർമൽ ആയിട്ട് ഫോർകാസ്റ്റിങ്ങിനും ഇത് പ്രീഷ്യസ് അല്ല. ഡിഫിക്കൽട്ട് ടു റിപ്ലിക്കേറ്റ് എക്സാക്ട്ലി ഓർ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഒരു എക്സാക്ട് ആയിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ അല്ല ഇതിൽ യൂസ് ചെയ്യുന്നത്. വെൻ ടു യൂസ്, വെൻ യു നീഡ് എ ക്വിക്ക് റഫ് ഐഡിയ ഓഫ് ദ ട്രെൻഡ്. ട്രെൻഡ് പെട്ടെന്ന് മനസ്സിലാക്കാൻ, ക്വിക്ക് ആയിട്ട് റഫ് ആയിട്ടുള്ള ഒരു ഐഡിയ മനസ്സിലാക്കാൻ ഇതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ സ്മോൾ ഡാറ്റ സെറ്റിൽ ഇത് യൂസ്ഫുൾ ആണ്. വെൻ ഫോർമൽ മെത്തേഡ് ആർ നോട്ട് ഫീസിബിൾ. ഫോർമൽ മെത്തേഡ് ഇതിൽ ഫീസിബിൾ അല്ലാത്ത കേസിൽ. ഓക്കെ, ഇനി മെത്തേഡ് ഓഫ് സെമി ആവറേജ്. മെത്തേഡ് ഓഫ് സെമി ആവറേജ്. ദ മെത്തേഡ് ഓഫ് സെമി ആവറേജ് സിമ്പിൾ ടെക്നിക് യൂസ്ഡ് ടു മെഷർ ദ ട്രെൻഡ് ഇൻ എ ടൈം സീരീസ്. ടൈം സീരീസിൽ ട്രെൻഡ് മനസ്സിലാക്കുന്ന സെക്കൻഡ് മെത്തേഡ് ആണ് മെത്തേഡ് ഓഫ് സെമി ആവറേജ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ബൈ ഡിവൈഡിങ് ദ ഡാറ്റ ഇൻടു 2 ഈക്വൽ പാർട്ട്. ഡാറ്റ നമ്മൾ എന്ത് ചെയ്തു, 2 ഈക്വൽ പാർട്ട് ആക്കിയിരിക്കും. കമ്പയറിംഗ് ദെയർ ആവറേജ്. എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ ആവറേജ് തമ്മിൽ കമ്പയർ ചെയ്യും. ഉദാഹരണത്തിന് ഇവിടെ നോക്കുക, 1990 മുതൽ 97 വരെയുള്ള ഡാറ്റ ഉണ്ട്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. 90 മുതൽ 93 വരെ ഒന്നും, 94 മുതൽ 97 വരെ ഒന്നും. എന്നിട്ട് ഇതിന്റെ ആവറേജ് കണ്ടു. ഈ ഡാറ്റ 15, 11, 20, 10 ഇതാണ് 4. ഈ 4 വർഷത്തിന്റെ ആവറേജ് 14, മറ്റേതിന്റെ 26.5. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഇതിന്ന് ട്രെൻഡ് ലൈൻ. എന്നിട്ട് ആ 2 പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തും. ഓക്കെ, ഇതിന്റെ ആവറേജ് ആയിട്ട് ആ പോയിന്റ് ഇവിടെ 89 to 93 അല്ലേ, അതിന്റെ നടുവിൽ 91ലും ഇവിടെ 96ലും നമ്മൾ അടയാളപ്പെടുത്തും. അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് അത് നമ്മൾ കൂട്ടിയ പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരക്കും. അപ്പൊ നമുക്കൊരു ട്രെൻഡ് ലൈൻ കിട്ടും. അതിന് നമുക്ക് മനസ്സിലായി എന്താ, അപ്വാർഡ് ഡയറക്ഷൻ ആണ് എന്നുള്ളത്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് പറയും, സെമി മെത്തേഡ് ഓഫ് സെമി ആവറേജ് മെത്തേഡ് എന്ന് നമ്മൾ പറയും. ഇന്റർപ്രിട്ടേഷൻ. ദ സ്ലോപ്പ് ഓഫ് ദിസ് ട്രെൻഡ് ലൈൻ ഷോസ് വെദർ ദ ട്രെൻഡ് ഈസ് ഇൻക്രീസിംഗ്, ഡിക്രീസിംഗ് ഓർ കോൺസ്റ്റന്റ്. ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് അതിന്റെ സ്ലോപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ കോൺസ്റ്റന്റ് ആണോ എന്ന് പറയാൻ സാധിക്കും. ഇത് സ്മൂത്ത് ഔട്ട് ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻ ബൈ ആവറേജിങ് ആൻഡ് ഹൈലൈറ്റ് ദ ലോങ് ടൈം ഡയറക്ഷൻ. ഷോർട്ട് ടേമിലുള്ള ഫ്ലക്ച്വേഷൻ സ്മൂത്ത് ഔട്ട് ചെയ്യും. ബൈ ആവറേജിങ് ദ ഹൈലൈറ്റ് ദ ലോങ് ടൈം ഡയറക്ഷൻ ആണ് ഇതിന് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്ലൈ. ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനും അപ്ലൈ ചെയ്യാനും ഈസിയാണ്. റിക്വസ്റ്റ് മിനിമൽ കാൽക്കുലേഷൻ. മിനിമൽ കാൽക്കുലേഷൻ ആവശ്യമുള്ളൂ. യൂസ്ഫുൾ ഫോർ സ്മോൾ ഡാറ്റ സെറ്റ്. സ്മോൾ ഡാറ്റ സെറ്റിന് ഇത് യൂസ്ഫുൾ.
only divided data into two parts, so less effective data is large or as complex trend. കോംപ്ലക്സ് ആയിട്ടുള്ള ട്രെൻഡ് അല്ലെങ്കിൽ ഡാറ്റ സെറ്റ് ലാർജ് ആണെങ്കിൽ ഇത് രണ്ട് പാർട്ട് ആക്കുന്നത് അതുകൊണ്ട് തന്നെ ലെസ് എഫക്റ്റീവ് ആണ്. അസ്യൂം ലീനിയർ ട്രെൻഡ് ബിറ്റ്വീൻ 2 പോയിന്റ്, ലീനിയർ ട്രെൻഡ് ബിറ്റ്വീൻ 2 പോയിന്റ് വിച്ച് മേ നോട്ട് ആൾവേസ് ബി അക്യുറേറ്റ്. ഇതൊരു അക്യുറേറ്റ് ആവണം എന്ന് ഇല്ല. ഇനി മൂന്നാമത്തെ മെത്തേഡ് ഓഫ് മൂവിംഗ് ആവറേജ്. The moving average method is a popular and effective technique to measure the trend in a time series by smoothing out short-term fluctuation. ഷോർട്ട് ടൈം ഉള്ള ഫ്ലക്ച്വേഷൻ സ്മൂത്ത് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡാണ് മൂവിംഗ് ആവറേജ് മെത്തേഡ്. യു കാൽക്കുലേറ്റ് ദ ആവറേജ് ഫിക്സഡ് നമ്പർ ഓഫ് കൺസെക്റ്റീവ് ഡാറ്റ പോയിന്റ്. ഒരു ഫിക്സഡ് ഇയർത്തത് നമ്മൾ ഒരു കൺസെക്റ്റീവ് ആയിട്ടുള്ളത് നമ്മൾ എടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 3 ഇയർ മൂവിംഗ് ആവറേജ് ആണെങ്കിൽ നമുക്ക് 10 വർഷത്തെ ഡാറ്റ ഉണ്ട്. അതിനെ 3 ഇയർ മൂവിംഗ് ആവറേജ് ആണെങ്കിൽ ആദ്യത്തെ 3 എടുക്കും, എന്നിട്ട് അതിന്റെ ആവറേജ് ആണോ. പിന്നെ ആദ്യത്തെ വർഷത്തത് ഒഴിവാക്കിയിട്ട് പിന്നത്തെ 3 എടുക്കും, അതിന്റെ ആവറേജ് ആണോ. പിന്നെ അതിലെ രണ്ടാമത്താണ് പിന്നെ ഫസ്റ്റ് ഉള്ളത് ഒഴിവാക്കിയിട്ട് പിന്നത്തെ 3, അങ്ങനെ കണ്ടിട്ട് നമ്മൾ ആവറേജ് കണ്ടിട്ടാണ് നമ്മൾ മെത്തേഡ് ഓഫ് മൂവിംഗ് ആവറേജ്. ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് ത്രൂ എൻ്റർ ഡാറ്റയിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദ മൂവിംഗ് ആവറേജ് മെത്തേഡ് ആവറേജ് സ്മൂത്ത് ഔട്ട് ഇറഗുലർ ആൻഡ് സീസണൽ വേരിയേഷൻ മേക്കിംഗ് ദ അണ്ടർലൈൻ ട്രെൻഡ് ക്ലിയർ. നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള സീസണൽ വേരിയേഷൻ സ്മൂത്ത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അത് ട്രെൻഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒന്നാമത്തെ സ്റ്റെപ്പ് ഏത് ഇയർ ആണ് എടുക്കുന്നത്, 3 പോയിന്റ് ആണോ 5 പോയിന്റ് ആണോ 7 പോയിന്റ് മൂവിംഗ് ആവറേജ് ആണോ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഏതാണോ എടുത്തത് 3 പോയിന്റ് ആണ് ഓരോ 3ൻ്റെതും എടുത്തിട്ട് അതിന്റെ ആവറേജ് കാണാം. മൂവ് 1 പീരിയഡ് ഫോർവേഡ് അതിന് ഒന്നാമത്തെ പീരിയഡ് ഒഴിവാക്കിയിട്ട് കാൽക്കുലേറ്റ് ആവറേജ് ഫോർ ദ നെക്സ്റ്റ് സെറ്റ്. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. റിപ്പീറ്റ് അൻറ്റിൽ യു കവർ ആൾ ഡാറ്റ പോയിന്റ്, എല്ലാ ഡാറ്റ പോയിന്റും വരുന്നത് വരെ ആ റിപ്പീറ്റ് ചെയ്യാം. പ്ലോട്ട് ദ മൂവിംഗ് ആവറേജ് അഗൈൻസ്റ്റ് ടൈം ടു ഒബ്സർവ് ദ ട്രെൻഡ്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് പ്ലോട്ട് ചെയ്യുക, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാം. ഓക്കെ, ഇത് എങ്ങനെയാണെന്നുള്ളത് ഒരു എക്സാമ്പിളോട് കൂടി ഞാൻ പറഞ്ഞു തരാം. കണ്ടു നോക്കാം. എക്സാമ്പിൾ, കാൽക്കുലേറ്റ് ദ ട്രെൻഡ് വാല്യൂ ഫ്രം ഫോളോയിങ് ഡാറ്റ യൂസിങ് 3 ഇയർലി മൂവിംഗ്. ഇത് 3 ഇയർലി ആണ്. 3 ഇയർലി നമ്മൾ നോക്കുക വളരെ കൃത്യമായിട്ട്. ആദ്യത്തെ 85, 86, 87 എടുത്ത് അതിന്റെ ആവറേജ് എടുത്ത് 3 വർഷത്തിന്റെ ആവറേജ് എടുത്ത് ഈ 3 ഇയർലി മൂവിംഗ് ടോട്ടൽ 37, അതിന്റെ ആവറേജ് 12.3. ഇനി രണ്ടാമത് എടുക്കുക, ആദ്യത്തെ ഒഴിവാക്കിയിട്ട് 12, 11, 9 എടുത്ത് അതിന്റെ ടോട്ടൽ 32, അതിന്റെ 3 ഇയർലി ആവറേജ് 10.7. പിന്നെ എന്ത് ചെയ്യും, ഇതിലെ രണ്ടാമത്തെ 12, ഫസ്റ്റ് ഒഴിവാക്കിയിട്ട് 11, 9, 10 എടുത്ത് എന്നിട്ട് അതിന്റെ ടോട്ടൽ എടുത്ത് അതിന്റെ ആവറേജ് ഇട്ട് 10 എന്ന് കിട്ടി. പിന്നെ അടുത്ത 3 എടുക്കുക, 9, 10, 15 അതിന്റെ ഇതേപോലെ ചെയ്യുക. പിന്നെ 10, 15, 16 അതിന്റെ ചെയ്യുക. 5, 16, 12 അതിന്റെ ചെയ്യുക. എന്നിട്ട് ഇതിന്റെ മിഡിലാണ് എഴുതേണ്ടത്. 14, 12, 11 അതിന്റെ മിഡിൽ 37. ഇനി 5 ഇയർലി ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ആദ്യത്തെ 5 എണ്ണം എടുക്കും. ആദ്യത്തെ 5 1, 1, 2, 3, 4, 5 എന്നിട്ട് അതിന്റെ ആവറേജ് എടുക്കും. അതിന്റെ ആവറേജ് അതിന്റെ ടോട്ടൽ എടുത്തിട്ട് അതിന്റെ ആവറേജ് എടുക്കും. എന്നിട്ട് ഇതിന്റെ സെൻട്രലാണ് ഇതാ, ഇതിന്റെ സെൻട്രൽ 14, 12, 11, 9, 10 ഇതിൽ സെൻട്രൽ 11 നേരെയാണ് ടോട്ടൽ ചെയ്താൽ അതിന് നേരെയാണ് ആവറേജ് ചെയ്താൽ. പിന്നെ ആദ്യത്തെ ഒഴിവാക്കും 12, 11, 9, 10, 15 എന്നിട്ട് അതിന്റെ ടോട്ടൽ എടുത്ത് അതിന്റെ ആവറേജ് കണ്ടിട്ട് ഇവിടെ ചെയ്തു, ഇതിന് നേരെ ചെയ്തു. പിന്നെ അടുത്ത 5 എടുക്കും, എന്നിട്ട് ഇതിന് നേരെ ചെയ്തു അതിന്റെ ആവറേജ്. അങ്ങനെയാണ് ഇത് ചെയ്യാറ്. ഇവിടെ എത്തുമ്പോൾ അത് നിൽക്കും. 9, 10, 15, 16, 12 പിന്നെ 5 ആണല്ലേ. അങ്ങനെ 4 അപ്പൊ 5 ഇയർലി ആകുമ്പോൾ 4 ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഇതാണ് മൂവിംഗ് ആവറേജുകൾ കിട്ടി. ഇതാണ് നമ്മളെ ഇത് എന്ത് ചെയ്യും, പ്ലോട്ട് ചെയ്തിട്ട് ഇതിന്റെ ട്രെൻഡ് മനസ്സിലാക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, 3 ഇയർലി മൂവിംഗ് ആവറേജ്. ഷോർട്ട് ടൈം ഇറഗുലാരിറ്റി, ഷോർട്ട് ടൈം ഉള്ള ഇറഗുലാരിറ്റി സ്മൂത്ത് ഔട്ട് ചെയ്യും. ഹൈലൈറ്റ് അണ്ടർലൈൻ ട്രെൻഡ് ക്ലിയർലി, ട്രെൻഡ് ക്ലിയർ ആയിട്ട് ഇതിന് മനസ്സിലാകും. സിമ്പിൾ ടു കാൽക്കുലേറ്റ് ആൻഡ് ഇന്റർപ്രറ്റ്, സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ഇത് വളരെ ഈസിയാണ്. ഇതിന്റെ ലിമിറ്റേഷൻ causes a lag effect. The trend line may respond slowly to recent change. Recent change ട്രെൻഡ് ലൈന് സ്ലോലി ആണ് റെസ്പോണ്ട് ചെയ്യുക. നോട്ട് സൂട്ടബിൾ ഫോർ വെരി ഷോർട്ട് ടൈം സീരീസ് ഡാറ്റ. വെരി ഷോർട്ട് ടൈം സീരീസ് ഡാറ്റയ്ക്ക് ഇത് സൂട്ടബിൾ അല്ല. ഡസ് നോട്ട് വർക്ക് വെൽ ഇഫ് ഡാറ്റ സ്ട്രോങ് സീസണൽ പാറ്റേൺ അൺലെസ് അഡ്ജസ്റ്റ്. സ്ട്രോങ് സീസണൽ പാറ്റേണിൽ ഇത് ഡസ് നോട്ട് ഇത് വർക്ക് ചെയ്യില്ല എന്നുള്ള. അടുത്ത് മെത്തേഡ് ഓഫ് കർവ് ഫിറ്റിംഗ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർസ്. പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർസിന്റെ ഇതിൽ നമ്മൾ കർവ് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ദ മെത്തേഡ് ഓഫ് കർവ് ഫിറ്റിംഗ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർസ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് ഫിറ്റിംഗ് കർവ്. ബെസ്റ്റ് ഫിറ്റിംഗ് കർവ് വരയ്ക്കാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. ത്രൂ എ സെറ്റ് ഓഫ് ടൈം സീരീസ് ഡാറ്റ പോയിന്റ്. അതൊരു സെറ്റ് ഓഫ് ടൈം സീരീസ് ഡാറ്റ പോയിന്റിൽ നിന്നാണ്.
ഇതെങ്ങനെ വർക്ക് ചെയ്യുക വെച്ചാൽ നമ്മളൊരു ഫംഗ്ഷൻ ഫോം നമുക്ക് ഒരു ഫംഗ്ഷൻ ഫോം ഉണ്ട് y = a + bx എന്നുള്ളതാണ് നമ്മളെ x എന്ന് പറയുന്നത് y എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് നമുക്ക് കിട്ടിയ വാല്യൂ ഡിപെൻഡന്റ് വാല്യൂ x ടൈം ആണ് a ഇന്റർസെപ്റ്റ് b സ്ലോപ്പ് അങ്ങനെയാണ് നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫിറ്റ് എ സ്ട്രൈറ്റ് ലൈൻ ട്രെൻഡ് ടു ദ ഡാറ്റ ഗിവൺ ബിലോ ബൈ ദ മെത്തഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർസ് നമ്മളെ മുന്നിലുള്ള വർഷങ്ങൾ എന്ന് പറയുന്നത് 90 91 92 93 94 95 ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കും അടുത്ത 96ലത്തെ എത്രയെന്ന് ഇതിന് പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കും അതൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ പറയുന്നുണ്ട് ഇനി നമ്മൾ കാണേണ്ടത് ഇതിൽ നിന്ന് u കാണാം ഇതിന് നമ്മൾ ഇങ്ങനെ എഴുതി അതിന്റെ ടോട്ടൽ u കാണാം u എന്ന് പറയുന്നത് x - 1993 നമ്മൾ u എന്ന് പറയുന്നത് ഈ വർഷത്തിൽ നിന്ന് 1993 ഓർക്കുക അപ്പൊ എത്ര കിട്ടി -2 കിട്ടി അടുത്തത് 1992 കാണാം -1 എന്ന് കിട്ടും ഓക്കെ 1992 to -1993 നമ്മളൊരു ആവറേജ് നമ്മളൊരു അസ്യൂം ചെയ്യുന്ന ഒരു വർഷം എടുക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് ഏറ്റവും സെൻട്രലിൽ എടുക്കുക അത് 93 കുറച്ചാൽ 0 94 93 കുറച്ചാൽ 1 95 2 ഇനി u സ്ക്വയർ നമ്മൾ എടുക്കുന്നതിനനുസരിച്ചാണ് ഇത് നമ്മൾ 1994 എടുക്കണമെങ്കിൽ 91 to -3 -2 0 അല്ല -1 0 1 ഈ രീതിയിലായിരിക്കണം ഇനി ഇതിന്റെ u സ്ക്വയർ കാണാം u സ്ക്വയർ കാണുമ്പോൾ 4 4 1 0 1 4 ഇനി u into y കാണാം u into y എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ 75 into 4 u into സോറി -2 into 75 180 -180 -1 into 74 -74 77 0 76 1 76 78 into 2 186 അതിന്റെ ടോട്ടൽ എത്ര വരുന്നത് 8 എന്ന് നമുക്ക് കിട്ടി ഇനി നമ്മൾ ഇതിൽ നിന്ന് ചെയ്യേണ്ടത് n എത്രയാണ് 5 ഇതിനൊരു ഇക്വേഷൻ ഉണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഇക്വേഷൻ നിങ്ങൾ എഴുതി വെക്കേണ്ടതുണ്ട് നമുക്ക് കിട്ടുന്ന a കാണണം നമ്മളെ ഇക്വേഷൻ നമുക്കറിയാം y = a + bx ഇവിടെ u ആണ് ഇതിൽ u ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ സിഗ്മ y ഡിവൈഡഡ് ബൈ n സിഗ്മ y എന്ന് പറയുന്നത് എത്ര 380 ഇതാണ് y പ്രൊഡക്ഷൻ ആണ് y ആയിട്ട് കൊടുക്കുക ഇതാണ് ഡിപെൻഡന്റ് വേരിയബിൾ ഓക്കെ സിഗ്മ y ഡിവൈഡ് ബൈ n 380 ഡിവൈഡ് ബൈ 5 76 എന്നിട്ട് y ന്റെ വാല്യൂ b is equal to sigma u y divided by sigma u square u y എന്ന് പറയുന്നത് 8 ഡിവൈഡ് ബൈ 10 is equal to 0.8 അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് വർഷം ആണ് നമ്മൾ u ആയിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം അപ്പോൾ 0.8 therefore the trend line is y is equal to trend line എന്ന് പറയുന്നത് a plus 0.8 u ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഫസ്റ്റിൽ മുകളിൽ പറഞ്ഞ ഇതിൽ y ഇവിടെ നോക്കുക x ആണ് ഇവിടെ അതിന് പകരം u ആണ് എടുത്തത് എന്നുള്ളൂ അപ്പോൾ y is equal to 76 നോക്കുക y is equal to a plus bu ആണ് ഈ കേസിൽ bu ആവുമ്പോൾ ഇതിന്റെ കേസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക ന്റെ വാല്യൂ 76 പ്ലസ് 0.8 യുവിന്റെ വാല്യൂ ഇട്ട് ഇൻറ്റു ചെയ്യാം അപ്പൊ ട്രെൻഡ് വാല്യൂ കിട്ടും അപ്പോൾ 76 മൈനസ് 0.8 1991 ട്രെൻഡ് വാല്യൂ 74.4 എന്ന് കിട്ടി നമുക്ക് 74.4 എന്ന് കിട്ടി അടുത്തത് 76 മൈനസ് 0.8 into 1 എന്ന് പറയാറ് നമ്മൾ -1 ആയതുകൊണ്ടാണ് അപ്പോൾ അതിന്റെ വാല്യൂ 75.2 കിട്ടി 76 എന്ന് കിട്ടി 0 ആണല്ലോ അപ്പോൾ പിന്നെ ബിന്റെ വാല്യൂ യുവിന്റെ വാല്യൂ 0 ആണ് അപ്പോൾ പിന്നെ അതിന്റെ ആവശ്യമില്ല അപ്പോൾ 76 എന്ന് കിട്ടി അടുത്ത y = 76 പ്ലസ് 0.8 into 1 76.8 76 പ്ലസ് 0.8 into 2 77.6 ഇങ്ങനെയാണ് നമുക്ക് ട്രെൻഡ് വരും ഇനി നമുക്ക് 95ത്തെ കാണാം 96ത്തെ കാണാം 96ത്തെ കാണാൻ ഇവിടെ 96 എന്ന് കൊടുത്താൽ നമ്മളെ u എന്തായിരിക്കും 96ന് ഈ കേസിൽ 3 ആയിരിക്കും എന്തുകൊണ്ടാ 96 ഡിവൈഡ് മൈനസ് 93 3 അപ്പം എന്ത് ചെയ്യാം 76 പ്ലസ് 0.8 into 3 is equal to 78.4 എന്ന് നമുക്ക് കിട്ടും ഇതാണ് ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ് നമ്മൾ മൂവിങ് ആവറേജ് കാണല് അല്ല മൂവിങ് അല്ല ഓർഡിനറി ലീസ്റ്റ് സ്ക്വയറിൽ ചെയ്യാറുള്ളത് ഇത് ഉപയോഗിച്ചിട്ട് ഈ ട്രെൻഡ് വാല്യൂ ഉപയോഗിച്ചിട്ട് ഗ്രാഫ് വരക്കാൻ സാധിക്കുന്നത് എസ്റ്റിമേറ്റഡ് വാല്യൂ 26 പ്ലസ് 0.8 into 3 equal to 78.4 ഇതിന്റെ അഡ്വാൻറ്റേജ് എന്നാൽ പ്രൊവൈഡ് ദ ബെസ്റ്റ് ഫിറ്റ് ലൈൻ മിനിമൈസിങ് ടോട്ടൽ സ്ക്വയർഡ് എറർ മിനിമൈസ് ചെയ്യുന്നതിന്
ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂസ്ഫുൾ ഫോർ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ വാല്യൂ. നമുക്ക് ഇപ്പോൾ ഫ്യൂച്ചർ വാല്യൂ ഫോർകാസ്റ്റ് ചെയ്തല്ലോ. ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു ഫിറ്റ് കർവ് ഓഫ് ഹയർ ഡിഗ്രിയിലുള്ള ഫിറ്റ് കർവ് നമുക്ക് അതും വരക്കാൻ പറ്റും. ക്വാഡ്രാറ്റിക് ആയിട്ടുള്ള എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ളതൊക്കെ ഇതിൽ നിന്ന് ചെയ്യാൻ സാധിക്കും. അടുത്ത അസ്യൂം എ ലീനിയർ റിലേഷൻഷിപ്പ്. ഇതിൽ ലീനിയർ റിലേഷൻഷിപ്പ് ആണ് ഇതിൽ അസ്യൂം ചെയ്യുന്നത്. അങ്ങനത്തെ കേസിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. സെൻസിറ്റീവ് ടു ഔട്ട്ലേസ് മോർ കോംപ്ലക്സ് ദാൻ ഗ്രാഫിക്കൽ ഒരു ആവറേജിങ് മെത്തേഡ്. ഗ്രാഫിക്കൽ ആവറേജിങ് മെത്തേഡിനെക്കാട്ടി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ട്രെൻഡ് മെഷർ ചെയ്യുന്ന മെഷർമെന്റുകൾ 4 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.